സഞ്ജയ് വർമ്മ മാധ്യമങ്ങളെയും കൂട്ടി വിക്രമിന്റെ വീട്ടിലെത്തി. വിക്രം നായർ, നിങ്ങളുടെ കള്ളത്തരം പുറത്തായി. നിങ്ങൾ ഈ പെൺകുട്ടിയെ പണം കൊടുത്ത് വാങ്ങിയതാണ്. നിങ്ങളുടെ കമ്പനി ഇനി എന്റേതാണ്, സഞ്ജയ് അഹങ്കാരത്തോടെ പറഞ്ഞു. വിക്രം അഞ്ജലിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ ചിരിച്ചു. സഞ്ജയ് വർമ്മ, നിങ്ങൾ എപ്പോഴും ബിസിനസ്സിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. ബന്ധങ്ങളുടെ ശക്തി നിങ്ങൾക്കറിയില്ല. അഞ്ജലിയെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയതായിരിക്കാം, പക്ഷെ ഇന്ന് എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവളെ സ്വന്തമാക്കി. അഞ്ജലി ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വിക്രമിനെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ വിവാഹം ഒരു കരാറായിരുന്നോ എന്നത് ഒരു രഹസ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പ്രണയം ഒരു സത്യമാണ്. വിക്രം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അമ്മ സഞ്ജയിന്റെ കൂടെ കൂടിയത്. അമ്മയുടെ ഭയമായിരുന്നു അതിന് കാരണം. പക്ഷേ ഞങ്ങളുടെ സ്നേഹം എല്ലാത്തിനേക്കാളും വലുതാണ്. ഗായത്രി ദേവിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. വിക്രമിന്റെ സ്നേഹം അവരെ കരയിച്ചു. അഞ്ജലി അപ്പോൾ സഞ്ജയിന്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ് തകർക്കാൻ നോക്കിയതിൻ്റെ നിയമപരമായ രേഖകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയതിൻ്റെ ഫയലുകളും എൻ്റെ കയ്യിലുണ്ട്. പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ തോറ്റു സഞ്ജയ്. വിക്രമിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അഞ്ജലിയെ നോക്കി പുഞ്ചിരിച്ചു. അഞ്ജലി കൊണ്ടുവന്ന രഹസ്യ വിവരങ്ങളാണ് സഞ്ജയിനെ തകർക്കാനുള്ള അവസാനത്തെ ആയുധം. സഞ്ജയ് വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നായർ ഗ്രൂപ്പ് തകർന്നില്ല, മറിച്ച് പ്രണയത്തിന്റെ ശക്തിയിൽ തിരിച്ചു വന്നു. വിക്രമിന്റെ വാഗ്ദാനം സഞ്ജയ് വർമ്മയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. നായർ ഗ്രൂപ്പ് വീണ്ടും ശക്തി പ്രാപിച്ചു. വിക്രമിന്റെയും അഞ്ജലിയുടെയും പ്രണയം ലോകം അംഗീകരിച്ചു. ഗായത്രി ദേവി അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. മോളെ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭയം കാരണം ഞാൻ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചു. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ മകന് ഒരു കളിപ്പാവയല്ല, എൻ്റെ യഥാർത്ഥ മരുമകളാണ്. അഞ്ജലി സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അവരുടെ വിവാഹത്തിന്റെ 1 വർഷം പൂർത്തിയായി. കരാർ അവസാനിക്കേണ്ട ദിവസമെത്തി. രാത്രി വിക്രം അഞ്ജലിയെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു. അവൻ ഒരു കവറുമായി നിന്നു. അതിൽ പഴയ കരാറിന്റെ കോപ്പി ഉണ്ടായിരുന്നു. അഞ്ജലി, ഇന്ന് നമ്മുടെ കരാർ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കടമകൾ പൂർത്തിയായി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം നൽകുകയാണ്, വിക്രം പറഞ്ഞു. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയുമോ വിക്രം? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? സ്നേഹമുണ്ട് അഞ്ജലി, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പഴയ കരാർ ഇവിടെ അവസാനിക്കുന്നു. വിക്രം കരാറിന്റെ കോപ്പി കീറിക്കളഞ്ഞു. എന്നിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടി പുറത്തെടുത്തു. അതിൽ മനോഹരമായ ഒരു വജ്രമോതിരം ഉണ്ടായിരുന്നു. പഴയ വിക്രം നായർ ഒരു കരാർ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇന്ന് പുതിയ വിക്രം നായർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ട് തുടങ്ങുകയാണ്. നിങ്ങൾ എൻ്റെ ഭാര്യയാകണം, ഒരു കരാറില്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. എന്നെ വിവാഹം കഴിക്കുമോ അഞ്ജലി? അഞ്ജലി വികാരഭരിതയായി ചിരിച്ചു. തീർച്ചയായും, ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണ് നിങ്ങൾ. വിക്രം മോതിരം അഞ്ജലിയുടെ കയ്യിൽ അണിയിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. കരാറിൽ നിന്ന് തുടങ്ങിയ ഒരു ബന്ധം യഥാർത്ഥ പ്രണയത്തിന്റെ മനോഹരമായ പൂർണ്ണതയിൽ എത്തിച്ചേർന്നു. പഴയ കരാർ വിവാഹം റദ്ദാക്കി. വിക്രമും അഞ്ജലിയും ഹിന്ദു ആചാരപ്രകാരം വീണ്ടും വിവാഹിതരാകാൻ തീരുമാനിച്ചു. ഇത്തവണ അത് ലോകം മുഴുവൻ അറിയുന്ന സ്നേഹം മാത്രം നിറഞ്ഞ ഒരു വിവാഹമായിരുന്നു. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ അതിഗംഭീരമായി നടന്നു. അഞ്ജലിയുടെ ലളിതമായ കുടുംബം വിക്രമിന്റെ ആഡംബര ലോകവുമായി ചേർന്ന് സന്തോഷത്തോടെ നിന്നു. ഗായത്രി ദേവി അഞ്ജലിയെ സ്വന്തം മകളെ പോലെ സ്വീകരിച്ചു. വിവാഹത്തിന് മുൻപുള്ള ചടങ്ങിൽ വിക്രം അഞ്ജലിയോട് സ്വകാര്യമായി സംസാരിച്ചു. അഞ്ജലി, എൻ്റെ അച്ഛൻ്റെ ബിസിനസ് സ്വപ്നം ഞാൻ ഈ വർഷം പൂർത്തിയാക്കും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ വിജയം നിങ്ങളെ സ്വന്തമാക്കിയതാണ്. നമ്മുടെ കഥയ്ക്ക് ഒരു പുതിയ പേര് നൽകാം, ആക്സിഡന്റൽ ലവ്. അഞ്ജലി ചിരിച്ചു. വിവാഹ ദിവസം അഞ്ജലി മനോഹരമായ വധുവായി മണ്ഡപത്തിലെത്തി. വിക്രമിന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറിയില്ല. അവൻ ആദ്യമായി അവളെ കണ്ട നിമിഷവും പണത്തിനു വേണ്ടി അവൾ തന്റെ മുന്നിൽ നിന്ന നിമിഷവും അവൻ ഓർത്തു. വിക്രമിന്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും ഈ മാറ്റം കണ്ട് അതിശയിച്ചു. തണുപ്പൻ സ്വഭാവമുള്ള ബിസിനസ്സുകാരൻ പ്രണയം നിറഞ്ഞ ഭർത്താവായി മാറിയിരിക്കുന്നു. താലികെട്ടിന് ശേഷം വിക്രം അഞ്ജലിയോട് വാക്കുകൊടുത്തു.
എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു രഹസ്യങ്ങളോ കരാറുകളോ അകലങ്ങളോ ഉണ്ടാവില്ല. ഇത് എൻ്റെ വാക്കാണ്. വിവാഹശേഷം അഞ്ജലിയുടെ സഹോദരൻ അരവിന്ദ് അവരെ കാണാൻ നക്ഷത്ര ബംഗ്ലാവിലെത്തി. പൂർണ്ണ ആരോഗ്യവാനായ അവനെ കണ്ടതിൽ അഞ്ജലിക്ക് അതിയായ സന്തോഷം തോന്നി. ചേച്ചി, വിക്രമേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. അരവിന്ദ് വിങ്ങിക്കരഞ്ഞു. അഞ്ജലി അവനെ ചേർത്ത് പിടിച്ചു. നമ്മുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അരവിന്ദ് വിക്രമിന് ഒരു സമ്മാനം നൽകി. തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു മൺചിരാത്. ഏട്ടാ, ഈ കരാർവിവാഹത്തിലൂടെയാണ് ഏട്ടനും ചേച്ചിയും ഒന്നായത്. ഈ ദീപം നിങ്ങളുടെ ബന്ധത്തിൽ എന്നും സ്നേഹം നിറയ്ക്കട്ടെ, അരവിന്ദ് പറഞ്ഞു. വിക്രം ആ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിച്ചു. അഞ്ജലിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നീയാണ് അരവിന്ദ്. നിനക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു സ്ഥാനമുണ്ട്. ഗായത്രി ദേവി അരവിന്ദിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇന്നു മുതൽ ഞങ്ങൾ ഒരു വലിയ കുടുംബമാണ്. വിക്രം തൻ്റെ ബിസിനസ് രഹസ്യങ്ങൾ പൂർണ്ണമായും അഞ്ജലിയുമായി പങ്കുവച്ചു. അഞ്ജലി സ്വന്തം ആശയങ്ങൾ നൽകി വിക്രമിനെ സഹായിച്ചു. അവൾ ഒരു സാധാരണ കാറ്ററിംഗ് ജീവനക്കാരിയിൽ നിന്ന് നായർ ഗ്രൂപ്പിൻ്റെ ശക്തിയായ വൈസ് ചെയർപേഴ്സൺ ആയി മാറി. അവളുടെ ലാളിത്യവും സത്യസന്ധതയും കമ്പനിയിലെ ജീവനക്കാർക്ക് ഒരു പ്രചോദനമായി. വിക്രമിൻ്റെ ജീവിതത്തിൽ പ്രതികാരത്തിൻ്റെ സ്ഥാനം പ്രണയവും കുടുംബബന്ധങ്ങളും ഏറ്റെടുത്തു. വിക്രമിൻ്റെയും അഞ്ജലിയുടെയും സന്തോഷകരമായ ജീവിതം സഞ്ജയ് വർമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ അയാൾ വിക്രമിനെതിരെ പ്രതികാരം ചെയ്യാൻ പദ്ധതിയിട്ടു. നായർ ഗ്രൂപ്പിൻ്റെ പുതിയ പ്രൊജക്ട് ലോഞ്ചിങ് ചടങ്ങ് നടക്കുമ്പോൾ സഞ്ജയ് വർമ്മ അതിക്രമിച്ച് കടന്നു. അവൻ്റെ കയ്യിൽ ആസിഡ് നിറച്ച ഒരു കുപ്പിയുണ്ടായിരുന്നു. വിക്രം നായർ, നിങ്ങൾ എന്നെ ജയിലിലാക്കി. ഞാൻ നിങ്ങളുടെ ഈ സന്തോഷം അവസാനിപ്പിക്കും. സഞ്ജയ് ആസിഡ് അഞ്ജലിയുടെ നേർക്ക് എറിയാൻ ശ്രമിച്ചു. ആ നിമിഷം വിക്രം അഞ്ജലിയെ തള്ളി മാറ്റി. ആസിഡ് അവൻ്റെ കയ്യിൽ വീണു. വിക്രം വേദനയോടെ നിലവിളിച്ചു. ആൾക്കൂട്ടം ഞെട്ടി. അഞ്ജലി വിക്രമിൻ്റെ അടുത്ത് ഓടിയെത്തി ആസിഡ് വീണ ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാൻ ശ്രമിച്ചു. ഗായത്രി ദേവി സഞ്ജയിൻ്റെ നേരെ പാഞ്ഞെത്തി അവനെ തടഞ്ഞു. നീ എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചോ? എൻ്റെ ഭർത്താവിനെ നീ കൊലയ്ക്ക് കൊടുത്തതുപോലെ. ഗായത്രി ദേവി വികാരഭരിതയായി. വിക്രമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ജലി വിക്രമിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വിക്രം, ഞാൻ കാരണം എനിക്കിത് സഹിക്കാൻ കഴിയില്ല, അവൾ കരഞ്ഞു. വിക്രം വേദനയ്ക്കിടയിലും ചിരിച്ചു. നമ്മുടെ കരാർ വിവാഹത്തിലെ ഒരേ ഒരു നിയമം ഞാൻ അവസാനമായി ലംഘിക്കുകയാണ് അഞ്ജലി. ഞാനിപ്പോൾ നിങ്ങളെ സംരക്ഷിച്ചു. നമ്മുടെ പ്രണയത്തിന് വേണ്ടിയാണ് ഈ വേദന. സഞ്ജയ് വർമ്മയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇത്തവണ കടുത്ത വകുപ്പുകൾ. വിക്രമിൻ്റെ കയ്യിലെ മുറിവ് പതിയെ ഉണങ്ങാൻ തുടങ്ങി. ആശുപത്രി മുറിയിൽ അവർ പഴയതിനേക്കാൾ കൂടുതൽ എടുത്തു. അഞ്ജലി അവനെ പരിചരിച്ചു. അവന് ശക്തി നൽകി. നിങ്ങൾ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാരണമാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം ലഭിച്ചത്, സ്നേഹം. വിക്രം അഞ്ജലിയുടെ കയ്യിൽ തലോടി. അവൻ്റെ ചികിത്സയ്ക്കിടയിൽ ഒരു ദിവസം അഞ്ജലി സന്തോഷത്തോടെ വിക്രമിനോട് ഒരു വാർത്ത പറഞ്ഞു. വിക്രം, നമ്മളുടൻ മാതാപിതാക്കളാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. വിക്രം ഞെട്ടി. സന്തോഷം കൊണ്ട് അവന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജലി, നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. എൻ്റെ ജീവിതം പൂർണ്ണമായി. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. ഗായത്രി ദേവി ഈ വാർത്തയറിഞ്ഞ് സന്തോഷം കൊണ്ട് കരഞ്ഞു. പഴയ പ്രതികാരത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ദുരിതങ്ങളെല്ലാം മാറി ആ കുടുംബത്തിൽ പുതിയൊരു സന്തോഷം വിരിഞ്ഞു. വിക്രം തൻ്റെ ബിസിനസ് താൽക്കാലികമായി അഞ്ജലിയെ ഏൽപ്പിച്ചു. അവൻ വീട്ടിലിരുന്ന് ഭാര്യയെയും വരാനിരിക്കുന്ന കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. വിക്രമിൻ്റെ പ്രതികാരം അവസാനിച്ചു. അവൻ്റെ അച്ഛൻ്റെ ബിസിനസ് സ്വപ്നം പൂർത്തിയാക്കാൻ അഞ്ജലി അവനെ സഹായിച്ചു. എന്നാൽ അതിലുപരിയായി വിക്രമിന് നഷ്ടപ്പെട്ട സന്തോഷം അവൾ തിരികെ നൽകി. 6 മാസത്തിനു ശേഷം നക്ഷത്ര ബംഗ്ലാവിൽ സന്തോഷം നിറഞ്ഞു നിന്നു. അഞ്ജലി സുന്ദരിയായ ഒരു അമ്മയായി മാറി. ഒരു പെൺകുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർ കുഞ്ഞിന് ആരതി എന്ന് പേരിട്ടു. വിക്രമിൻ്റെ കയ്യിലെ മുറിപ്പാട് അവൻ്റെ ജീവിതത്തിൽ അഞ്ജലിയോടുള്ള പ്രണയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നിലനിന്നു. അന്ന് വൈകുന്നേരം വിക്രം തൻ്റെ മുറിയിൽ ഇരുന്ന് പഴയ കരാർ പേപ്പർ കത്തിക്കുന്നതിൻ്റെ വീഡിയോ ഒരു പെൻഡ്രൈവിലാക്കി. എന്നിട്ട് അത് അഞ്ജലിയെ കാണിച്ചു.
നിങ്ങൾ എന്നെ വെറുതെ വിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ തെളിവാണ് ഇത്. ഞാൻ ഈ തെളിവ് എൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുകയാണ്, അഞ്ജലി പറഞ്ഞു. വിക്രം ചിരിച്ചു. ഇല്ല അഞ്ജലി, ഈ കരാറായിരുന്നു നമ്മുടെ പ്രണയത്തിലെ ആദ്യത്തെ ചവിട്ടുപടി. ഈ കഥയിലെ നായിക നിങ്ങളാണ്. വിക്രം അഞ്ജലിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ജനലിനടുത്തേക്ക് നടന്നു. മുംബൈ നഗരം താഴെ തിളങ്ങുന്നുണ്ടായിരുന്നു. അഞ്ജലി, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്നും ഒരു തണുപ്പൻ സ്വഭാവമുള്ള ബിസിനസ്സുകാരനായി മാറിയേനെ. നിങ്ങൾ എൻ്റെ ലോകം മാറ്റിമറിച്ചു. നമ്മുടെ വിവാഹം ഒരു ആക്സിഡൻ്റൽ മാരേജ് ആയിരുന്നില്ല. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആക്സിഡൻ്റൽ ബ്ലെസ്സിങ് ആയിരുന്നു. അഞ്ജലി വിക്രമിൻ്റെ തോളിൽ ചാരി. അവരുടെ കുഞ്ഞ് ആരതി ചിരിച്ചു. ഒരു കരാറിൽ നിന്ന് തുടങ്ങി ഒരുപാട് പ്രതിബദ്ധതകൾ കടന്ന് സത്യമായ പ്രണയം പൂവിട്ട ആ ദാമ്പത്യം എന്നെന്നും എൻ്റെ മാത്രം എന്ന വാഗ്ദാനത്തോടെ മുന്നോട്ട് പോയി.